ഹരേ കൃഷ്ണ. കണ്ണൻ്റെ ഓടക്കുഴയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വിഷ്ണു ഭഗവാന്റെ ഷോഡശനാമ സ്തോത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭഗവാന്റെ വിവിധ രൂപങ്ങൾ മനസ്സിൽ ധ്യാനിച്ച് ഓരോ കാര്യങ്ങളും തുടങ്ങുന്നതും ഐശ്വര്യപൂർണമാണ്. അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോൾ ഭഗവാനെ ധ്യാനിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഷോഡശനാമ സ്തോത്രം. ഭഗവാന്റെ 16 നാമങ്ങളാണ് ഈ സ്തോത്രം. ഈ 16 നാമങ്ങൾ അതിരാവിലെ തന്നെ ശുദ്ധിയോടെയും ഭക്തിയോടെയും കൂടി ചൊല്ലുന്നവർക്ക് ദുഃഖങ്ങളില്ലാതാവുകയും പാപമോചനവും ഒടുവിൽ വിഷ്ണുപദത്തിൽ എത്തുകയും ചെയ്യുമെന്നാണ് ആചാര്യന്മാർ പറയുന്നത്. ആദ്യത്തെ ശ്ലോകം ഔഷധേ ചിന്തയേ വിഷ്ണു. അതായത് മരുന്നുകൾ കഴിക്കുമ്പോൾ സർവവ്യാപിയായ ഭഗവാൻ വിഷ്ണുവിനെ സ്മരിക്കുക എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. രണ്ടാമത്തെ ശ്ലോകം ഭോജനേച്ച ജനാർദ്ദനം. ആഹാരം കഴിക്കുമ്പോൾ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്ന ജനാർദ്ദനനെ സ്മരിക്കുക എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം ശയനേ പത്മനാഭം ച. ഉറങ്ങാൻ കിടക്കുമ്പോൾ നാഭിയിൽ താമരപ്പൂവുള്ള പത്മനാഭനെ സ്മരിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം വിവാഹേച്ച പ്രജാപതി. വിവാഹ സമയത്ത് സർവ പ്രജകളുടെയും നാഥനായ പ്രജാപതിയെ സ്മരിക്കുക എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം യുദ്ധേ ചക്രധരം ദേവം. യുദ്ധമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രതിസന്ധികളെയാണ്. ഈ പ്രതിസന്ധി സമയത്ത് സുദർശന ചക്രം ധരിക്കുന്ന വിഷ്ണു ഭഗവാനെ സ്മരിക്കുക എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം പ്രവാസേച്ച ത്രിവിക്രമം. യാത്ര ചെയ്യുമ്പോൾ 3 ലോകങ്ങൾ അളന്ന ത്രിവിക്രമനെ സ്മരിക്കുക എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം നാരായണം തനുത്യാഗേ. ശരീരം ഉപേക്ഷിക്കുന്ന, അതായത് നമ്മുടെ മരണസമയത്ത് നാരായണനെ സ്മരിക്കുക എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം ശ്രീധരം പ്രിയ സംഗമേ. പ്രിയപ്പെട്ടവരുമായി കൂടിച്ചേരുമ്പോൾ ലക്ഷ്മി ദേവിയെ ഹൃദയത്തിൽ ധരിക്കുന്ന ശ്രീധരനെ സ്മരിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം ദുസ്വപ്നേ സ്മര ഗോവിന്ദം. ഭയാനകമായ സ്വപ്നങ്ങൾ കാണുമ്പോൾ ഗോവിന്ദനെ സ്മരിക്കുക എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഗോവിന്ദ പട്ടാഭിഷേകമാണ് കേട്ടോ ഈ ചിത്രം. അടുത്ത ശ്ലോകം സങ്കടേ മധുസൂദനം. ആപത്തുകളിൽ അകപ്പെടുമ്പോൾ മധുസൂദനനെ സ്മരിക്കുക എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം കാനനെ നരസിംഹം ച. കാട്ടിൽ, അതായത് അപകടകരമായ സ്ഥലങ്ങളിൽ നരസിംഹമൂർത്തിയെ സ്മരിക്കുക എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം പാവകേ ജലശായിനം. കാട്ടുതീയിലോ അഗ്നിബാധയിലോ അകപ്പെടുമ്പോൾ ജലശായിനിയായ ഭഗവാനെ സ്മരിക്കുക എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം ജലമധ്യേ വരാഹം ച. വെള്ളത്തിൽ അകപ്പെടുമ്പോൾ വരാഹമൂർത്തിയെ സ്മരിക്കുക, അതായത് കടലിലോ വെള്ളപ്പൊക്കത്തിലോ അകപ്പെടുമ്പോൾ വരാഹമൂർത്തിയെ സ്മരിക്കുക എന്നതാണ് ഇതിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം പർവ്വതേ രഘുനന്ദനം. മലമുകളിൽ, അതായത് ഏകാന്തതയിൽ ആയിരിക്കുമ്പോൾ ശ്രീരാമനെ സ്മരിക്കുക എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം ഗമനേ വാമനം ചൈവ. യാത്രകളിൽ വാമനമൂർത്തിയെ സ്മരിക്കുക എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം സർവകാര്യേഷു മാധവം. എല്ലാ കാര്യങ്ങൾ ചെയ്യുമ്പോഴും മാധവനെ സ്മരിക്കുക എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഇനി ഈ ഷോഡശനാമ സ്തോത്രം മുഴുവനായിട്ട് കേൾക്കാം. ഔഷധേ ചിന്തയേ വിഷ്ണും ഭോജനേ ച ജനാർദ്ദനം ശയനേ പത്മനാഭം ച വിവാഹേ ച പ്രജാപതിം യുദ്ധേ ചക്രധരം ദേവം പ്രവാസേ ച ത്രിവിക്രമം നാരായണം തനുത്യാഗേ ശ്രീധരം പ്രിയ സംഗമേ
ദുസ്വപ്നെ സ്മര ഗോവിന്ദം സങ്കടേ മധുസൂദനം കാനനെ നരസിംഹം ച പാവകേ ജലശായിനം ജലമധ്യേ വരാഹം ച പർവ്വതേ രഘുനന്ദനം ഗമനേ വാമനം ചൈവ സർവകാര്യേഷു മാധവം ഷോഡശൈതാനി നാമാനി പ്രാതരുത്ഥായ യാ പടേൽ സർവപാപ വിനിർമുക്തോ വിഷ്ണുലോകേ മഹീയതേ. ഇത് ശ്രീ വിഷ്ണു ഷോഡശനാമസ്തോത്രം സമ്പൂർണം. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. ജയ ശ്രീ രാധേ രാധേ. ഹരി ഹരി ബോൽ.